മാഷ് മനസ്സിലായില്ല? ഇവിടെ എപ്പോഴും പാടുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ? ആണല്ലേ? ശരി എഴുതിക്കോ. രാജാ ദശരഥനെ എഴുത് എന്തെങ്കിലും പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ? ശരി ഞാൻ കാര്യം ചോദിക്കട്ടെ, എഴുതുന്ന മുമ്പ് കിതാബുണ്ടോ? എടാ പിതാവല്ല, കിതാബ്. കിതാബ് മറ്റേ പുസ്തകം. പുസ്തകമുണ്ട്. ശരി കലം വിളിക്കോ. എന്തോടെ ഇവിടെ കലം എന്ന് ഹിന്ദിയിൽ പേന. ഹിന്ദിയിൽ കലം പേന. പേന പേനുണ്ടോ? പേനുണ്ടെങ്കിൽ ലിഖിയേ. എന്തൊക്കെയോ വിളിച്ചു ഇവനൊക്കെ പഠിപ്പിച്ചെടുപ്പ് ഞാൻ ഏത് നിലയ്ക്ക് എത്തുവാവോ? എഴുതിയാലും ഇന്നലെ പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ? നേരത്തെ പറഞ്ഞു. ഓക്കെ എഴുതിക്കോളൂ. രാജാ ദശരഥനെ राम को आज्ञा दिया बेटा 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 कई कई ओके 14 वर्ष में वन बनेगो राम आगे लक्ष्मण पीछे तीनों खुशी खुशी में बन चले എഴുതിയോ? പൊളിയാണല്ലോടാ. ഇതിനെ മലയാളത്തിൽ പ്രൊഫഷൻ ചെയ്തേ. ട്രാൻസ്പോർട്ട് അല്ല, രാജാ ദശരഥൻ എന്താണ്? ഈ രാജാ ദശരഥൻ ഈ രാജാവിന്റെ രാജാവിന്റെ ദശപശോ? രാജ ദശരഥൻ വെച്ചിട്ട് രാജാവായ ദശരഥൻ റാംകോ സിമന്റ് അല്ല. റാംകോ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ രാമനോട് ഉദാഹരണത്തിന് എന്നോട് നിന്നോട് ചുളുവിലെ അപ്പനെ വിളിക്കാൻ കിട്ടുന്ന ഈ അപ്പനെ അല്ല പിന്നെ ഹിന്ദിയിൽ അച്ഛന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നല്ലത്. ഞാനോട് സംസാരിക്കല്ലേ? എടാ ബേട്ടാ ബേട്ടാന്ന് വെച്ചാൽ ഹിന്ദിയിൽ 14 വർഷം वन मेरे को अबे 14 चक्राണ്. എടാ 14 14 वन मेरे को राम आगे लक्ष्मण पीछे. लक्ष्मण पीछे എന്താണ്? ലക്ഷ്മൺ പിക്ചർ പോകുന്നില്ല, ലക്ഷ്മൺ പുറകിലാണ്. അപ്പോ സീത സീത കുളിക്കാൻ പോയി. സീത കുളിക്കപ്പെടാൻ സീത സീത ബീച്ചിലല്ല, സീത ബീച്ച് വന്നിട്ട് സീത രണ്ടുപേരും നടുക്കില് നിനക്ക് പഠിപ്പിക്കണല്ലോ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? എന്ത് മനസ്സിലായത്?